എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. അതുപോലെ കഴിഞ്ഞ മാസം നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണോ ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ജനുവരിയിൽ നമ്മൾ ആദ്യത്തെ ഒരു 2 ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ തേർഡ് വീക്കിൽ നമ്മൾ കുറച്ച് സ്റ്റോക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനുശേഷം ഫെബ്രുവരിയിൽ നമുക്ക് എന്താ പറയുക മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്താ പറയുക മോസ്റ്റ്ലി ഇപ്പോൾ ഇൻഡെക്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഡൗൺ സൈഡിലേക്ക് പോകുന്ന പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു മിഡ് പോയിൻറ്റിലേക്ക് മാർക്കറ്റ് എത്തി അതിനേക്കാളും താഴേക്ക് വന്നിട്ടുണ്ട്. സോ ഈ ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഈ ഒരു ലെവലിലേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട് സ്റ്റിൽ. ഇപ്പോൾ നിഫ്റ്റിയും അതുപോലെ ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒരുവിധം പതിയെ ഇറങ്ങുന്നേ ഉള്ളൂ. കൊറോണ ടൈമിൽ ഇറങ്ങിയ പോലെ അങ്ങനെ അല്ലെങ്കിൽ പോലും ചെറുതായിട്ട് ഇറങ്ങുകയാണെങ്കിൽ പോലും ഒട്ടുമിക്ക സ്റ്റോക്കുകളെല്ലാം അതിൻ്റെ ഒരു ഫെയർ വാല്യൂ, ആ പ്രൈസിൻ്റെ ഒരു ഫെയർ വാല്യൂ വെച്ച് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 20% 30% ഡൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടാൽ മതി. കാരണം ബൈയിങ് പ്രൈസ് ഇപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഒരു 50 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലെങ്കിൽ 100 രൂപയ്ക്ക് വാങ്ങിച്ച സ്റ്റോക്ക് 50 രൂപയിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ബൈ ചെയ്ത് ആവറേജ് ചെയ്യുന്നതാണ് ഏറ്റവും എന്താ പറയുക ഉചിതം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം സ്വിംഗ് ട്രേഡിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഒരിക്കലും എന്താ പറയുക ഇൻട്രാഡേ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ കൂടുതലും ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ കൂടുതലും സ്വിംഗ് ട്രേഡിംഗ് എന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നത് കുറേ ആയിട്ട്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിലും സെയിം ഇതേപോലൊരു എന്താ പറയുക ആ ഒരു 50% മാർക്കറ്റ് വന്ന് അവിടെ നിന്ന് ചെറിയൊരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിൽ മാർക്കറ്റ് കയറി വീണ്ടും ഈ ഒരു എക്സ്ട്രീം ലെവലുള്ള OBയുടെ എക്സ്ട്രീം ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ 50% അച്ചീവ് ചെയ്തു. അതിനും താഴേക്ക് മാർക്കറ്റ് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഫിൻ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിലും സ്റ്റിൽ ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇതിൻ്റെ 50%ലേക്ക് മാർക്കറ്റ് ഇനിയും വന്നിട്ടില്ല. സോ ഇവിടെ ബാങ്ക് നിഫ്റ്റിയും ഈ ഒരു 50% അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു ഫിൻ നിഫ്റ്റിയും ഈ ഒരു ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി സ്റ്റിൽ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാങ്ക് നിഫ്റ്റിയും അതുപോലെ ഫിൻ നിഫ്റ്റിയും ഈ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഇറങ്ങാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. സോ ഇത് ബാങ്ക് നിഫ്റ്റിയും ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫിൻ നിഫ്റ്റി ഇതിൻ്റെ ഒരു 50%ലേക്ക് മാർക്കറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് മാർക്കറ്റ് ഏകദേശം ഈ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി അടുത്ത സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയിട്ടുള്ള സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓറിയൻറ്റ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഓക്കെ, ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 319 രൂപ 20 പൈസയാണ്. സോ ഇത് നല്ലൊരു ഡൗണിൽ നിന്ന് തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് ഒന്ന് താഴേക്ക് ഇറങ്ങി വീണ്ടും അവിടെ നിന്ന് കയറുന്നുണ്ട്. ഓക്കെ, ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. കറക്റ്റായിട്ട് OBയിലേക്ക് തന്നെ മാർക്കറ്റ് വന്ന് എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഇപ്പോൾ ഒരു മന്ത്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 IPO നടന്ന ഒരു സ്റ്റോക്കാണ്. സോ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഒരു 50%ലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് കയറി ഇനിയും മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ പോലും ഒരുവിധം മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ട് മാത്രമേ താഴെ ഇറങ്ങാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുള്ളൂ. ഇൻ കേസ് മാർക്കറ്റ് അപ്പ് ട്രെൻഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു OB ആയിട്ട് വർക്കാവും. ഓക്കെ, ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന രീതിയിലേക്ക് പോയി മാർക്കറ്റ് മുകളിലേക്ക് കയറി തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വന്ന് ഈ ഒരു OBയിലേക്ക് മാർക്കറ്റ് വീണ്ടും തിരികെ വന്ന് കയറുന്ന പോലെ വരാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഡെയിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു കറക്റ്റായിട്ടുള്ളൊരു OBയിലേക്ക് തന്നെ മാർക്കറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി മാർക്കറ്റ് കയറി തിരിച്ച് താഴെ വന്ന് ഇവിടുത്തെ ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻട്രി ഇട്ട ലിക്വിഡിറ്റീസ് എല്ലാം ടേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു FEG ഗ്യാപ്പ് ഉണ്ട്, പക്ഷേ ആ FEG ഗ്യാപ്പിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, മേ ബി ഈ ഒരു ലിക്വിഡിറ്റിയും കൂടെ ടേക്ക് ചെയ്തിട്ട് കയറുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സോ 319 രൂപ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി റേഞ്ച് തന്നെയാണ്. ഇൻ കേസ് താഴെ ഇറങ്ങുകയാണെങ്കിൽ പോലും ഇനീഷ്യലി ഇവിടെ ബൈ ചെയ്തവർക്ക് ഇവിടെ ആവറേജ് ചെയ്യാം. ഓക്കെ, അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ബന്ധൻ ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്നത് സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 147 രൂപ 45 പൈസയാണ്. ഓക്കെ, ഇതും നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ മന്ത്ലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ഇവിടുത്തെ ആ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഇവിടെ നല്ലൊരു റിജക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് ഇനിയും കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് CMS ഇൻഫോ സിസ്റ്റം ലിമിറ്റഡ് എന്ന് പറയുന്നത് സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 142 രൂപ 15 പൈസയാണ്. സോ ഇതും നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ വന്ന് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. മാർക്കറ്റ് സ്റ്റിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ട് തിരിച്ച് ആ ഒരു OBയിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. സോ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്.
സോ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. മേ ബി മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് നല്ലൊരു ബൈയിങ് റേഞ്ചാണ്. നല്ലൊരു പുള്ളിങ് തന്നാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാനുള്ള ഒരു പോസിബിലിറ്റിയും കാണുന്നുണ്ട്. സോ ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഓർഡേഴ്സ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെ കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ലിക്വിഡിറ്റിയും കൂടെ ടേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് കയറും. സോ ഇവിടെ നിന്ന് എൻട്രി അവർക്ക് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ആവറേജ് ചെയ്യാം. ഓക്കെ, സോ CMS ഇൻഫോസിസ്റ്റം ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മാർക്കറ്റ് പ്രൈസ്, കറണ്ട് മാർക്കറ്റ് പ്രൈസ് 10% എത്ര എന്നുള്ളത് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായി എത്താം. താങ്ക് യു.